ഈ രാവിലെ തന്നെ എണീറ്റിട്ട് ഇങ്ങോട്ടാണ് പോകണേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കൂടാനാണ്. അങ്ങ് മലപ്പുറം എത്തണം. ട്രെയിനിൽ വേണം പോകാൻ. കൊയിലാണ്ടി പോയി, കൊയിലാണ്ടിൽ നിന്ന് ട്രെയിൻ കയറി താനൂർ പോയി ഇറങ്ങി. താനൂരാണ് കല്യാണപ്പെണ്ണിൻ്റെ വീട്. അവിടേക്ക് എല്ലാ ഫ്രണ്ട്സും എത്തും. ഇത് ഡിഗ്രി പഠിച്ചൊരു കുട്ടീൻ്റെ കല്യാണമാണ്. കുറേ ആൾക്കാർ കല്യാണം ഈയിടെയായിട്ട് കഴിഞ്ഞ്, പക്ഷെ എനിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതിനെക്കൊണ്ട് ഞാൻ ആദ്യം തീരുമാനിച്ചതാണ് ഇവളെ കല്യാണത്തിന് എന്തായാലും പോകുന്നത്. പിന്നെ ട്രെയിനിലൊക്കെ പോയി കോഴിക്കോട് എത്തുമ്പോഴാണ് സീറ്റ് കിട്ടിയത്. പിന്നെ താനൂർ വരെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു, അടിപൊളിയായിട്ട് പോയി. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അല്ലേ പണ്ട് കോളേജിൽ പോകുന്ന മെമ്മറീസൊക്കെ ഇങ്ങനെ വരുമ്പം ഒരു സാഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേര് അർച്ചന ഉണ്ടായിരുന്നു. അർച്ചന ഞാൻ ബാങ്ക് കോച്ചിങ് എൻ്റെ പേര് തന്നെ ഉള്ളതിനെ കൊണ്ട് ഇവളെ കുറേ കാലത്തിന് ശേഷം കാണാമെന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. താനൂർ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാൻ അവളെ വിളിച്ച്, അവളെ വീടും താനൂർ തന്നെയായിരുന്നു അർച്ചനേൻ്റെത്. അവൾ അങ്ങോട്ട് വന്ന് പിന്നെ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് ബസ്സിന് പോകാനുള്ള ദൂരെ ഉള്ളായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അതറിഞ്ഞത് അവിടെ അവർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി ഉണ്ടാവുക, വൈകുന്നേരമാണ് അവളവിടെ ഇറങ്ങുക, അങ്ങനെയൊക്കെ. എനിക്കറിയില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇതിങ്ങനെ ഉണ്ട്, അങ്ങനെ മുസ്ലിം കുട്ടികളെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് ഞാൻ അങ്ങനെ പോകാറില്ല, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ രണ്ടാളും അവിടെ എത്തുമ്പം കല്യാണപ്പെണ്ണ് മാത്രമേ ഉള്ളൂ ഓഡിറ്റോറിയത്തിൽ. വേറെ ഫ്രണ്ട്സൊക്കെ വരണം. പിന്നെ അവിടെ എത്തി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച്, ഈ ചൂടത്തെ ഡ്രിങ്ക് ഞാൻ 2 ഗ്ലാസ് നമുക്ക് വാങ്ങി കുടിച്ചിട്ടുണ്ട്. എനിക്ക് ചൂടത്ത് അങ്ങനെ കുടിക്കണം, അല്ലെങ്കിൽ ആവുന്നില്ല. അത്രയും വേർത്ത് ഒലിച്ച് മേക്കപ്പ് പോയി ഒലിച്ച് പോവുകയാണ്. ചൂടത്ത് കല്യാണം കഴിക്കരുത്, അത്ര പറയാനുള്ളൂ. ചൂടത്ത് കല്യാണം കഴിക്കരുത്, അത് അറിയാം. ഭയങ്കര ചൂട്, നല്ല ചൂടുണ്ട്. വെറുത്തൊലിക്കും, മേക്കപ്പ് വെറുത്ത് വന്നത്. അതെ, ഒന്നും പറയാനില്ല. പറ, ചൂടത്ത് കല്യാണം കഴിക്കരുത്. ചൂടത്ത് കഴിക്കരുത്. മലപ്പുറത്തൊക്കെ എന്താ ചൂട്, ഇങ്ങനെ വേർത്ത് ഉലിക്ക് തന്നെ വയ്യ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇനിയും കുറേ കുട്ടികളൊക്കെ വരാനുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മിസ്സിനെ കണ്ട്. മിസ്സൊന്നും വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലേനും. കറക്റ്റ് ഞാൻ ഇങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ കറക്റ്റ് 1 ഇയർ ഞാൻ ഇവരെ കണ്ടിട്ട്. ലാസ്റ്റ് TC വാങ്ങാൻ പോയപ്പം കണ്ടതാണ് ഇവരൊക്കെ. അതിനുശേഷം ഞാൻ ഇന്നാണ് ഒരു കല്യാണത്തിന് പോയിട്ട് ഇവർ കാണുന്നത്. ഇനി വെയിലത്ത് കുടയെടുത്തിട്ടില്ല, വയ്യ. അവിടെ നിന്ന് വേഗം തന്നെ ബസ് കിട്ടി. എനിക്ക് ട്രെയിൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി. പിന്നെ ട്രെയിനിൽ കയറി. അമ്മേ എന്താ തിരക്ക്! ഞാൻ കൊയിലാണ്ടി വരെ നിന്നതാ. അത്രയും തിരക്കും ചൂടും. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി ചൂട്. അത് കഴിഞ്ഞ് പിന്നെ അമ്മ കൊയിലാണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി പിന്നെ അവിടുന്ന് ബസ് കയറി തിരിച്ച് വീട്ടിലെത്തി. കിടന്ന് വയ്യ, അത്രയും ക്ഷീണമായിപ്പോയി. എന്താ ചൂട്!